നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചത് 25,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ചാണ്ടിയുമ്മനിലൂടെ പുതുപ്പള്ളിക്കാർ വോട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിക്കായിരുന്നു. അങ്ങനെ പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായ ചാണ്ടിയുമ്മൻ പിന്നീട് പുതുപ്പള്ളിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതി ശക്തമായി. ഈ പരാതി അതിരൂക്ഷമായപ്പോൾ പുതുപ്പള്ളിക്കാർ, ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി നിന്നവർ, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പറയാൻ തുടങ്ങിയതോടെ, ചാണ്ടിയുമ്മനെ കാണാനില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതോടെ മറുനാടൻ 1-2 വീഡിയോകൾ ചാണ്ടിയുമ്മനെ കുറിച്ച് ചെയ്തിരുന്നു. ചാണ്ടിയുമ്മന് താല്പര്യം മണ്ഡലത്തിൽ നിൽക്കാനല്ല, നേരെ മറിച്ച് വിദേശയാത്രയ്ക്കാണ് എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അത് വാസ്തവമായിരുന്നു. ചാണ്ടിയുമ്മൻ മണ്ഡലത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം കാട്ടിയത് അടിക്കടി വിദേശയാത്ര നടത്താനായിരുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലും ഇറ്റലിയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ചാണ്ടിയുമ്മൻ പ്രവാസികളുടെ സ്വീകരണം ഏറ്റുവാങ്ങി ചുറ്റിക്കറങ്ങി നടന്നു. മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അവിടെ ഒരു മരണമുണ്ടായാൽ തങ്ങളുടെ ജനപ്രതിനിധി എത്തുന്നു എന്ന് ഉറപ്പാക്കുമ്പോഴാണ്. ഉമ്മൻചാണ്ടി എത്ര തിരക്കാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും തൻ്റെ തറവാട്ട് വീട്ടിൽ പോവുകയും നാട്ടുകാരെ കാണുകയും ആ ആഴ്ചയിൽ അവിടെ ഉണ്ടായ എല്ലാ മരണ വീടുകളും സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ACC വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ഈ പതിവ് തെറ്റിച്ചില്ല. എന്നാൽ ചാണ്ടിയുമ്മൻ അതിനൊന്നും സമയം കണ്ടെത്തിയില്ല. ചാണ്ടിയുമ്മൻ എല്ലാവർക്കും അപ്രാപ്യനാവുന്ന സാഹചര്യമുണ്ടായി. പതിയെ പതിയെ പ്രാദേശിക നേതാക്കൾ ചാണ്ടിയുമ്മനിൽ നിന്നും അകലാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിലായിരുന്നു മറുനാട് നിശിതമായ വിമർശനത്തോടെ രംഗത്ത് വന്നത്. ആ വിമർശനം ചാണ്ടിയുമ്മനെ ഒറ്റയടിക്ക് നന്നാക്കി എന്നതാണ് വാസ്തവം. മറുനാടിന്റെ 2 റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഉടൻ തന്നെ ചാണ്ടിയുമ്മൻ മണ്ഡലത്തിലേക്ക് എത്തുകയും കുടിശ്ശിക കിടന്ന മരണവീടുകൾ സന്ദർശിക്കുകയും ചെയ്തു എന്ന് ആ സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞിരുന്നു. പിന്നീട് മാസങ്ങളായി ചാണ്ടിയുമ്മൻ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിരിക്കുന്നു. മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇപ്പോൾ ചാണ്ടിയുമ്മൻ ശ്രമിക്കുന്നു എന്നാണ് വാർത്ത. ആളുകളുടെ നിരാശ പതിയെ പതിയെ മാറി വരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നൊരു വാത്സല്യം അവർക്ക് ചാണ്ടിയുമ്മനോടുണ്ട്. പക്ഷേ ഈ അഹങ്കാരവും മൊടയുമായിരുന്നു അവരെ നിരാശപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചാണ്ടിയുമ്മൻ കൂടുതൽ പ്രാപ്യനായിരിക്കുന്നു. മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മരണവീടുകളിൽ സന്ദർശിക്കുന്നു. കല്യാണ വീടുകളിൽ പോകുന്നു. മണ്ഡലത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇടപെടുന്നു എന്ന് ആളുകൾക്ക് ബോധ്യമായിരിക്കുന്നു. കോട്ടയത്തെ സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടന്നത് ഒച്ചപ്പാടുണ്ടാക്കി അന്നു മുതൽ ചാണ്ടിയുമ്മൻ രംഗത്തുണ്ട്. നേരത്തെ ചാണ്ടിയുമ്മൻ ഇതൊന്നും തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. അവിടെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ വെളിയിൽ കൊണ്ടുവരാൻ ചാണ്ടിയുമ്മൻ ഓടിച്ചെല്ലുന്നതോടെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും ആവേശമായി. കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ പോലീസ് സ്റ്റേഷനിൽ പോയി നേതാക്കളെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ നടത്തിയ പ്രസംഗം ആവേശം നൽകുന്നതായിരുന്നു. വളരെ ക്രൂരമായ രീതിയിൽ നമ്മുടെ ഒരു മനുഷ്യനോടും ചെയ്യാൻ പറ്റാത്ത വിധം ക്രൂരമായ റാഗിംഗ് പേര് വിളിക്കാൻ പറ്റില്ല, റാഗിംഗ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ടോർച്ചർ എന്ന് പറയാം, 3rd ഡിഗ്രി ടോർച്ചർ എന്ന് പറയാം. ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പണ്ട് നടന്നു പോലെ അല്ലെങ്കിൽ നടക്കുന്ന പോലെ ഉള്ള ടോർച്ചർ. വിദ്യാർത്ഥിയെ റാഗിംഗ് എന്ന ഓമന പേരിട്ട്, റാഗിംഗ് ഓമന പേര് നമുക്കറിയാം. നമ്മുടെയൊക്കെ കോളേജ് കാലത്തിൽ റാഗിംഗ് എന്ന് പറഞ്ഞ ഒരു പേരിന് വേണ്ടി ഒരു പാട്ട് പാടിക്കുക അല്ലെങ്കിൽ ഒന്ന് തമാശ പറയുക എന്നുള്ളത് റാഗിംഗ്, ഏത്തടിക്കുക. അതുപോലും ഈ സമൂഹത്തിൽ അനുവദിച്ചിട്ടില്ല. ആന്റി റാഗിംഗ് ലോ പാസ് ചെയ്തിരിക്കുന്നത് ഒത്തിരി ഇതേപോലത്തെ സംഭവങ്ങൾ നടന്നതിന്റെ പേരിലാണ്. അതിന്റെ എക്സ്ട്രീമായി പോയി മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത പൈശാചികമായ വിധത്തിൽ ഉള്ള ടോർച്ചർ നടത്തി ആളുകളെ പീഡിപ്പിച്ച് വീഡിയോ എടുക്കുക, അതിന്റെ ആസ്വാദനം നടത്തുക. ഇതാണോ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ ചിലർ നടത്തുന്നത്? ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് അത് ചോദ്യം ചെയ്യാൻ വന്ന KSUവിന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ വോട്ടർ കാരൻ ഉപയോഗിക്കുകയും അവരെ ജയിലിലേക്ക് കൊണ്ടുവരികയും. ജയിലിൽ വന്നപ്പോൾ ഏറ്റവും ആശ്ചര്യം തോന്നുക, SFIയുടെ സമ്മേളനം അല്ല SFIയുടെ പ്രതിഷേധം നടക്കുന്നതുകൊണ്ടാണ് KSUക്കാരെ ജയിലിൽ വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഇതാണ് പോലീസിന്റെ സമീപനം. അവരുടെ പരിപാടി ഒന്ന് തീർന്നോട്ടെ, എന്നിട്ട് വിട്ടേക്കാം. ഇതാണ് CPMന്റെ ഭരണം എന്ന് പറയുന്നത്. സെൽ ഭരണമാ. അവരെ എന്ത് തീരുമാനിക്കുന്നു അവരുടെ പരിപാടി നടത്താൻ വേണ്ടി KSUക്കാരെ ജയിലിലിടുക. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ, വിവിധ നേതാക്കന്മാർ, അവരെ ജയിലിലിടുവാൻ കണ്ടെത്തിയ ന്യായം SFIയുടെ സമരം നടക്കുന്നു എന്നുള്ളതാണ്. ഈ തരത്തിൽ CPMന്റെ ചട്ടുകമായി കേരളത്തിലെ പോലീസ് മാറിയെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ശക്തമായ സമരം ഇനിയും വരാൻ പോവുക. ഞങ്ങൾ MLA മാർ പോവുകയാണ്.
പ്രിയപ്പെട്ട തിരുവൻ സാർ ഇപ്പൊ വിളിച്ചത് ഞങ്ങൾ MLA മാർ അങ്ങോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും ഇത് വെറുതെ വിടത്തില്ല. ആ കുട്ടികളോട് ചെയ്ത ദ്രോഹം അത് കേരള സമൂഹം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ, അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ MLA മാർ എന്ന നിലയിൽ ഞങ്ങളും അതിനെതിരെ പ്രതിഷേധിക്കാൻ പോവുകയാണ്. ഇന്ന് KSUവിന്റെ ചെറുപ്പക്കാർ കുട്ടികൾ നടത്തിയ സമരം അതിനെ അടിച്ചമർത്താമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് നടക്കുന്ന പ്രശ്നമില്ല. അവരും ശക്തമായ സമരം മുന്നോട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ അവഹേളിച്ചുകൊണ്ട് CPM-നെ സ്തുതിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗത്തെയും അപലപിച്ച് തന്റെ അടുത്തോടുകൂടി വെള്ളാപ്പള്ളിക്ക് മറുപടി പറയാനുള്ള ധൈര്യം ചാണ്ടി ഉമ്മൻ കാട്ടിയിരുന്നു. അച്ചടിച്ചു കൊണ്ടുവന്ന് എഴുതിയ പ്രസംഗം, ആ പ്രസംഗം ലോകത്തിന്റെ മുന്നിൽ വായിച്ചു. ലോക ഗുരുവായി ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോക ഗുരു, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ലോകത്തെ പറ്റിയാണ് ചിന്തിച്ചത്. നമ്മുടെ ചിന്ത നമ്മുടെ ചുറ്റുമായോണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നു. അദ്ദേഹം ചിന്തിച്ചത് ലോകത്തെ പറ്റിയും ലോകത്ത് വരുന്ന മാറ്റത്തെ പറ്റിയും ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതിനെ പറ്റിയും മതങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകുന്നതിനെ പറ്റിയും മനുഷ്യരെ ഒന്നാണെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം നിന്ന് നമ്മുടെ ചിന്തകൾക്കൂടെ നിൽക്കുക. അദ്ദേഹം ലോകത്തെ പറ്റി ചിന്തിച്ചു. ഗുരു എന്നും ജീവിച്ചിരുന്നപ്പോഴും അതിനു മുന്നേയും അതിനുശേഷവും ഇനിയും ലോക ഗുരുവായി തുടരും. അതിന് പ്രത്യേകമായ ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ മാർപ്പാപ്പയുടെ വചനം ലോകം കേട്ടപ്പോൾ ലോകം അംഗീകരിക്കേണ്ടി വന്നു. ഈ ഒരു സത്യം അംഗീകരിക്കേണ്ടി വന്നു. ആ സത്യം ഇനി എന്നും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ആരെയും തോൽപ്പിക്കാനല്ല, ഇതൊന്നും ചെയ്യുന്ന ആരെയും തോൽപ്പിക്കാനോ ആരോട് ജയിക്കാനോ ആരോട് വാദിക്കാനോ അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും, അതിനെ അതിജീവിക്കുവാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ട് പോയിരിക്കുന്നത്. മറുനാട് നൽകിയ ഷോക്ക് ഏറ്റെന്നും ആ ഷോക്കിന് ഫലമുണ്ടായെന്നും ചാണ്ടി ഉമ്മൻ നന്നായെന്നുമാണ് പുതുപ്പള്ളിക്കാർ ഇപ്പോൾ പറയുന്നത്. ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഒരു നിരാഹാര സമരം നടത്തിയിരുന്നു കോട്ടയത്തെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട്. ഈ റാഗിങ്ങിനെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്താൻ ശ്രമിച്ചതിനെതിരെയായിരുന്നു ആ നിരാഹാര സമരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മൂന്നാം ദിവസത്തെ സമരമാണ്. മൂന്നാം ദിവസ സമരം പോലീസ് കായികമായി നേരിട്ടിരിക്കുക. കായികമായി നേരിട്ടുന്നത് മാത്രമല്ല, ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം 2 സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയുള്ള പരിപാടികൾ ഒപ്പിക്കുക. തൊട്ടടുത്താണ് ഈ സ്റ്റേഷൻ. ഇപ്പം ഇവിടേക്ക് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന തരത്തിലല്ല പോലീസിന്റെ നടപടികൾ. ഒരു ബഹളം, നിങ്ങൾ വീഡിയോ നോക്കിയാൽ ഒരു ബഹളം ഉണ്ടാക്കാതെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് നടത്തിയത്. അതിലേക്കാണ് വാട്ടർ ക്യാനൻ, ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ പോയ സാഹചര്യത്തിൽ ഇവിടെ വാട്ടർ ക്യാനൻ അടിച്ചത്. ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. ഇത് മൂന്നാമത്തെ ദിവസത്തെ അക്രമമാണ് നടത്തുന്നത്. KSUക്കാരെ ആദ്യം തല്ലിച്ചയച്ചു. അത് തരത്തിലുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. നാളത്തെ ദിവസം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പൂക്കോട് വിദ്യാർത്ഥി മരിച്ച ദിവസമാണ്. ആ സിദ്ധാർത്ഥനോട് ഐക്യദാർഢ്യം, ഒപ്പം ഇവിടെ നടക്കുന്ന സമരങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെ 9 തൊട്ട് വൈകിട്ട് 5 മണി വരെ ഞാൻ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഗാന്ധി സ്ക്വയറിൽ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. വിദ്യാർത്ഥികളോടൊപ്പം KSU ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, ഇവിടുത്തെ ഓരോ നേതാക്കളും ഉണ്ട്. എന്തായാലും ഈ സമരത്തോടെ ചാണ്ടി ഉമ്മനോട് അതിർത്തി ഉണ്ടായിരുന്നവരെല്ലാം അത് മറന്ന് ചാണ്ടി ഉമ്മൻ നന്നായിരിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ മകനായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ചാണ്ടി ഉമ്മൻ.